ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇറാനുമേൽ നടപടി എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച വാഷിങ്ടണിൽ നടക്കുകയാണ്. അമേരിക്ക കൂടെ നിന്നില്ലെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നു. അതിനിടയിൽ ഇറാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് കൂടി വരുന്ന വിമാന സർവീസുകൾ നിർത്തിവെച്ചു. വീണ്ടും ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് മധ്യഭാഗത്ത് കൂടി വരുന്ന വിമാനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ ആണവ കേന്ദ്രങ്ങൾ, അതിൻ്റെ സുരക്ഷിത കവാടങ്ങളെല്ലാം ഇറാൻ അടച്ചു. പ്രത്യേകിച്ചും എസ്ഫഹാൻ എന്ന ആണവ കേന്ദ്രത്തിൻ്റെ സുരക്ഷിത കവാടങ്ങൾ പൂർണ്ണമായും അടച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തിയത്. യുറേനിയം നഷ്ടപ്പെട്ടാൽ അമേരിക്ക തനിനിറം കാണിക്കുമെന്നും അമേരിക്ക എന്തും ചെയ്യുമെന്നും ഇറാന് അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആണവ കവാടങ്ങൾ, എസ്ഫഹാൻ അടക്കമുള്ള ആണവ കവാടങ്ങൾ അടച്ചിരിക്കുകയാണ് ഇറാൻ. അതിനിടയിൽ ചൈന അവരുടെ അത്യന്താധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ, അതിൻ്റെ വിമാനങ്ങളുടെ മോഡൽ ഇറാന് കൈമാറി. ചൈനയിൽ നിന്നും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് ഇതോടെ ഉറപ്പായി. J-20 സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളുടെ മോഡലാണ് ചൈന ഇറാന് കൈമാറിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇതിൽ അസ്വസ്ഥരാണ്. വ്യോമയുദ്ധത്തിൽ കരുത്ത് നേടാൻ വേണ്ടിയാണ് ചൈനയിൽ നിന്നും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറാൻ വാങ്ങുന്നത്. അതിൻ്റെ മോഡൽ ചൈന കൈമാറിയതോടുകൂടി യുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക ചർച്ച ഒരിടത്തും എത്തിയില്ല. മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പാഴായി. അത് ഒരിക്കലും നടക്കുന്ന കാര്യവുമായിരുന്നില്ല. അമേരിക്കയുടെ ആവശ്യങ്ങൾ നടക്കുന്ന കാര്യവുമായിരുന്നില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. അത് ഇറാൻ നിഷേധിച്ചു. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നിർത്തണം എന്നായിരുന്നു മറ്റൊരു ആവശ്യം. അതും ഇറാൻ നിരാകരിച്ചു. ഇറാനിൽ പ്രക്ഷോഭമുണ്ടാക്കിയ കലാപകാരികളെ ജയിലിൽ നിന്ന് വിട്ടയക്കണം എന്നതായിരുന്നു മറ്റൊരാവശ്യം. അതും ഇറാൻ നിഷേധിച്ചു. ചുരുക്കത്തിൽ അമേരിക്ക ഇറാൻ ചർച്ച ഒന്നുമാവാതെ പോയി. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവും ട്രംപും വാഷിങ്ടണിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. വെനസ്വലയെ ആക്രമിച്ചതുപോലെയൊന്നും ഇറാനെ പെട്ടെന്ന് കയറി ആക്രമിക്കാൻ കഴിയില്ല. ഇറാൻ്റെ ഭൂപ്രകൃതി അങ്ങനെയുള്ളതാണ്. മാത്രമല്ല, അവരുടെ കയ്യിൽ അത്യന്താധുനിക മിസൈലുകളും ഡ്രോണുകളും ധാരാളമുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപകടകാരികളായ ചാവേർ ഡ്രോണുകളുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ ചാവേർ ഡ്രോണ് പറന്നതും അമേരിക്ക അത് വെടിവെച്ചിട്ടതും ഒക്കെ വലിയ വാർത്തയായിരുന്നു. ഒരു വശത്ത് അമേരിക്കയും നെതന്യാഹുവും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ചർച്ച നടത്തുമ്പോൾ, മറുവശത്ത് തങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാമ്രാജ്യത്വ നയങ്ങൾക്ക് തങ്ങൾ കീഴടങ്ങില്ലെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ നേതാക്കൾ ഒറ്റക്കെട്ടായി ഖൊമൈനിക്ക് പിന്നിൽ നിൽക്കുകയാണ്. മസൂദ് പെസഷ്കിയാനും അറാഗ്ചിയും ഒക്കെ ഖൊമൈനിക്ക് പിന്തുണയുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനെ കയറി ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഖൊമൈനിക്ക് പിന്നിലാണ് ബഹുഭൂരിഭാഗം വരുന്ന ജനത. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഖൊമൈനി രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി ഇപ്പോഴും വാഴുന്നു. ഖൊമൈനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ
അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മറുപടി കാണിച്ചു കൊടുത്തു. പറച്ചിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് ഇറാൻ അമേരിക്കയോട് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇറാൻ്റെ പുതിയ നീക്കങ്ങൾ ആ രാജ്യത്ത് യുദ്ധം ഏത് നിമിഷവും ഉണ്ടാക്കുമെന്ന പ്രതീതി ഉളവാക്കുന്ന നീക്കങ്ങളാണ്. നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച തങ്ങളുടെ അന്ത്യം കുറിക്കാനുള്ള കൂടിക്കാഴ്ചയാണെന്ന് ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആണവ കേന്ദ്രത്തിൻ്റെ സുരക്ഷിത കവാടങ്ങൾ അടച്ചത്. അത് സമ്പുഷ്ടീകരണ യുറേനിയം നഷ്ടപ്പെടാൻ അവർ അനുവദിക്കില്ല ഒരിക്കലും. ചൈനയിൽ നിന്നും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്തതും യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ്. J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിമാന മോഡൽ ചൈന ഇറാന് കൈമാറിയിരിക്കുന്നു. എന്തായാലും വിമാന സർവീസുകളും ഇറാൻ്റെ മധ്യഭാഗത്തോടു കൂടി വരുന്ന വിമാന സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ് ഇറാൻ. അവിടെ മിസൈൽ പരീക്ഷണം വീണ്ടും നടക്കും എന്നുള്ള സൂചനയാണ് ഇത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് നെതന്യാഹുവും ട്രംപും ചർച്ച നടത്തുമ്പോൾ മറുഭാഗത്ത് യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇറാൻ. ഇനി തങ്ങളെ ആക്രമിച്ചാൽ പ്രത്യാക്രമണമായിരിക്കില്ല, മറിച്ച് കടന്നു കയറിയുള്ള ആക്രമണമായിരിക്കും സംഭവിക്കുക എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യാക്രമണം ഇനി തങ്ങൾക്കില്ല, മറിച്ച് അന്തിമ യുദ്ധത്തിലേക്ക് തങ്ങൾ പോകും. ഇതാണ് ഇറാൻ്റെ അവസാനത്തെ വാക്ക്.